തീക്കുനി ദേശത്തുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുക. ഞങ്ങൾ കുറ്റ്യാടിക്കടുത്ത് മരുതോങ്കര, പടത്തുകടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ, പൂതമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങൾ കർത്താവിൻ്റെ സുവിശേഷം നിങ്ങളുമായിട്ട് കുറച്ച് സമയം പങ്കുവയ്ക്കാനായിട്ടാണ് ഞങ്ങൾ ഈ തീക്കുനിയിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരെയും ഈ കുറച്ച് സമയമുള്ള യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യര് ശത്രുതയിലും വിദ്വേഷത്തിലും ഉള്ള മനുഷ്യര് ശത്രുവിനെ ദ്വേഷിക്കാൻ, നമ്മുടെ ശത്രുക്കളെ ദ്വേഷിക്കാൻ ആഹ്വാനിച്ച ഒരു ലോകത്തിലേക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ എന്ന പ്രബോധനവുമായി കടന്നു വന്ന യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടെല്ലാം ക്ഷമിക്കുവാനും ഒരു പടി കൂടി കടന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആഹ്വാനം ചെയ്ത യേശുക്രിസ്തുവിനെയാണ് ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്നത്. ക്ഷമിക്കാൻ ലോകത്തോട് പഠിപ്പിച്ച, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, സ്വന്തം ജീവൻ പോലും ദൈവമക്കൾക്ക് വേണ്ടി ബലിയായി നൽകിയ യേശുക്രിസ്തുവിനെയാണ് ഇവിടെ ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വചന ശുശ്രൂഷയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, വചനം വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ വിദ്വേഷമോ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമോ പകയോ ഉണ്ടെങ്കിൽ തിരുവചനം കേൾക്കുമ്പോൾ ആ വ്യക്തികളോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുവിനെ സ്നേഹിക്കാനുള്ളൊരു ഹൃദയം പരിശുദ്ധാത്മാവ് നിമിഷം എല്ലാവർക്കും നൽകും. അതുപോലെ സാമ്പത്തികപരമായ കടബാധികളുള്ളവര്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, അവരെല്ലാം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ തിരുവചനം പങ്കുവയ്ക്കുന്ന ഇടത്തിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് സ്നേഹപൂർവ്വം. നിങ്ങളുടെ എല്ലാം രോഗങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം ഒരു മോചനം ലഭിക്കുവാൻ, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായി വിടുതൽ കിട്ടുമെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ഞങ്ങൾ ഈ വചനം ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യമേ ഞങ്ങൾ പറഞ്ഞു, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇത് പറയുന്നവർക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്കും രോഗസൗഖ്യം ലഭിക്കും. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക്, രോഗപീഠകൾ വലയുന്നവർക്ക്, കുടുംബത്തിൽ അസ്വസ്ഥതകളുള്ളവർക്ക്, അവർക്കെല്ലാം പൂർണ്ണമായി വിടുതൽ ലഭിക്കും ദൈവവചനം കേൾക്കുമ്പോൾ. ഈശോ പറയുന്നു, നമ്മൾ മനസ്സിലാക്കണം, അതായത് ആരോടെങ്കിലും നമുക്ക് വിരോധമുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും നമ്മൾ വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവവും നമ്മളും നമ്മളുടെ ബന്ധത്തിന് അകൽച്ചയുണ്ടാക്കുകയും നമ്മുടെ ജീവിതത്തിലെ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാര്, നമുക്ക് ആരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരോടൊക്കെ പൂർണ്ണമായി ക്ഷമിക്കുവാനും അവരെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമേ ഈ സമയം പറയുന്നുള്ളൂ.